പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജനുവരി 26 തിങ്കൾ. യോനായുടെ പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ഈ വചനത്തിൽ ദൈവത്തിൻ്റെ ഹൃദയവും ദൈവത്തിൻ്റെ ദൗത്യവും വളരെ വ്യക്തമായി കാണാം. ദൈവം ഒരു മനുഷ്യനെ വിളിച്ച് ഒരു ജനതയുടെ രക്ഷയ്ക്കായി അയക്കുകയാണ്. ഈ വചനത്തിൽ 3 വ്യക്തമായ കൽപ്പനകൾ കാണാൻ സാധിക്കുന്നു. ദൈവം യോനായോട് എഴുന്നേൽക്കാൻ പറയുന്നു, പോകാൻ പറയുന്നു, വിളിച്ചു പറയാൻ പറയുന്നു. ആദ്യമായി ദൈവം യോനായോട് പറയുകയാണ്, എഴുന്നേൽക്കുക. ഇതിൻ്റെ അർത്ഥം ശരീരത്തോടെ എഴുന്നേൽക്കുക മാത്രമല്ല, ആത്മീയമായി എഴുന്നേൽക്കുക, ആത്മീയമായി ഉണരുക എന്നതാണ്. പലപ്പോഴും നാം ദൈവത്തെ വിശ്വസിക്കുന്നവരാണെങ്കിലും ആത്മീയമായി ഉറങ്ങിക്കിടക്കുകയാണ്. നാം പ്രാർത്ഥനയിൽ അലസരാണ്, ദൈവദൗത്യത്തിൽ താല്പര്യമില്ലാത്തവരാണ്, മറ്റുള്ളവരുടെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കാത്തവരാണ്. അത്തരം അവസ്ഥകളിൽ ദൈവം നമ്മോടും പറയുന്നു, ഉണരുക, എഴുന്നേൽക്കുക, സമയം കളയരുത്. ആത്മീയ ഉണർവില്ലാതെ ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ കഴിയില്ലല്ലോ. രണ്ടാമതായി വേദഭാഗത്തിൽ ദൈവം യോനായോട് പറയുന്നു, പോകുക. ദൈവവിശ്വാസം ഹൃദയത്തിനുള്ളിൽ ഒതുങ്ങിക്കിടക്കേണ്ടതല്ല, അത് പ്രവൃത്തിയിൽ കാണിക്കേണ്ടതാണ് എന്ന് ഇവിടെ ഓർപ്പിക്കുന്നു. നിനവേ യോനയ്ക്കിഷ്ടമില്ലാത്ത സ്ഥലമായിരുന്നു, അത് ശത്രുക്കളുടെ ദേശമായിരുന്നു. എന്നിരുന്നാലും ദൈവം അയാളെ അവിടേക്ക് അയക്കുന്നു. അതിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ദൗത്യം നമ്മുടെ സൗകര്യത്തെക്കാൾ വലുതാണ് എന്നതാണ്. നാം ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രമല്ല, ദൈവം അയക്കുന്ന ഇടത്തേക്കും പോകാൻ തയ്യാറാകേണ്ടതുണ്ട്. അനുസരണമാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അടയാളം എന്നും ഇവിടെ കാണും. മൂന്നാമതായി ദൈവം യോനായോട് പറയുന്നു, വിളിച്ചു പറയുക. ദൈവവചനം നാം മൗനമായി സൂക്ഷിക്കാനായിട്ടുള്ളതല്ല, സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കേണ്ടതാണ്. ഇന്ന് ലോകം നിരാശയിലും പാപത്തിലും മുങ്ങിക്കിടക്കുന്നു. അവർക്ക് പ്രതീക്ഷയുടെ വാക്ക് ആവശ്യമുണ്ട്. ആ പ്രതീക്ഷയുടെ സന്ദേശം പറയുവാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മുടെ നാവിലൂടെ ദൈവത്തിൻ്റെ വാക്ക് പുറത്തു വരുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതം തന്നെ മാറിപ്പോകാം. യോന ആദ്യം ദൈവവിളിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവസാനം അവൻ ദൈവഹിതം അനുസരിക്കുന്നു. ദൈവഹിതത്തിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ സമാധാനം ലഭിക്കുന്നില്ല. ദൈവത്തെ അനുസരിക്കുമ്പോൾ യഥാർത്ഥ സന്തോഷവും അനുഗ്രഹവും ഉണ്ടാകുന്നു. അതുകൊണ്ട് ദൈവത്തെ നമുക്കും അനുസരിക്കാം. ഈ വചനം നമ്മോട് ചോദ്യം ചെയ്യുകയാണ്, നീ എഴുന്നേറ്റോ? പോകാൻ തയ്യാറാണോ? സുവിശേഷം പറയുവാൻ ഒരുക്കമാണ്. ദൈവം ഇന്ന് മനുഷ്യരെ അന്വേഷിക്കുന്നു. ദൈവം ഇന്നും തൻ്റെ ദൗത്യത്തിനായി ആളുകളെ അയക്കുന്നു. ആ മനുഷ്യൻ നാം ഓരോരുത്തരും ആയിരിക്കാം. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായ ഒരു തീരുമാനമെടുക്കാം. കർത്താവേ, അടിയൻ തയ്യാറാണ്. നീ എവിടേക്കായാലും അയച്ചാൽ ഞാൻ പോകും. നീ പറയേണ്ടത് ഞാൻ പറയും. നിന്റെ കയ്യിലെ ഒരു ഉപകരണമാക്കി എൻ്റെ ജീവിതത്തെ മാറ്റണമേ. പ്രാർത്ഥിക്കാം. സ്നേഹപൂർണനായ കർത്താവേ, അവിടുന്ന് യോനായെ വിളിച്ചതുപോലെ ഞങ്ങളെയും വിളിക്കണമേ. ആത്മീയ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ ഉണർത്തണമേ. നിന്റെ ദൗത്യത്തിലേക്ക് പോകാൻ ധൈര്യം തരണമേ. സുവിശേഷം ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കപ്പെടണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.